ഹലോ കൂട്ടുകാരെ, ഏതൻസ് കിച്ചണിലേക്ക് അവർക്ക് സാധനം. നമുക്കിന്നൊരു പാവയ്ക്ക വറുത്ത് പോരെ. നമ്മൾ മെഴുക്ക് വട്ടത്തില്ലേ, അപ്പോൾ അതിനെക്കാട്ടും അത്രയും എണ്ണ വേണ്ട നമുക്കിത് വറുത്ത് പോരുന്നതിന്. അപ്പം ഞാൻ ഈ പാവയ്ക്ക ഉണ്ടല്ലോ അരിഞ്ഞ് ഉപ്പിട്ട് പുരട്ടി വാലിക്ക് വെച്ചപ്പോൾ നമുക്ക് ഒരു ശകലം കൊണ്ട് വെയിറ്റ് അതിനകത്ത് വെക്കാവുന്നുണ്ട്. ആ വെള്ളം മൊത്തം അങ്ങ് വലിഞ്ഞു പോകും. നല്ല ഇതുപോലെ നൈസായിട്ട് നമുക്ക് അന്നേരം കിട്ടും. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ശകലം മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി അരിപ്പൊടിയും കൂടെ ഇടുവാണ്. ചിലർ കോൺഫ്ലോർ ഇടാണ്, ഞാൻ പക്ഷേ അരിപ്പൊടി ഇടും. അതിനകത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ഇതായിട്ട് നമുക്ക് കിട്ടും. അത് നമ്മൾ എത്ര കിലോ എടുക്കുന്നോ അതനുസരിച്ച് നമ്മൾ ഇളക്കി വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് അങ്ങ് പോയാൽ മതി. ഇതിപ്പോൾ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസമായി. അപ്പോൾ ഞാൻ വെച്ച് ഇന്നത് വറുത്ത് ഒരു വെച്ചാലേ അത് അവിടെ ഇരിക്കുമല്ലോ. ഞാൻ സ്റ്റൗ കത്തിച്ച് തവ വെച്ചിട്ടുണ്ട്. തവ ചൂടെ നമുക്ക് തേങ്ങാക്കൊത്ത്, കരിയാപ്പല, വറ്റൽമുളകെല്ലാം വറക്കണമല്ലോ. അത് വറുത്ത് കഴിഞ്ഞിട്ട് പാവയ്ക്ക വറുത്ത് പോരാ. ഞങ്ങളുടെയൊക്കെ സദ്യയ്ക്ക് പാവയ്ക്ക വറുത്ത് പോരുന്ന ഇങ്ങനെയാണ്. അത് പക്ഷേ ഒരു 10 കിലോ 40 കിലോ ഒക്കെ ആളിൻ്റെ എണ്ണം അനുസരിച്ച് കിലോ കൂടും. അന്നേരം ഇതുപോലെയാണ് ചെയ്ത് വെക്കുന്നത്. രണ്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ തേങ്ങാക്കൊത്ത് ഇടുവാണ്. തേങ്ങാക്കൊത്ത് വേണ്ടവർക്ക് മതി, അല്ലാത്ത കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളിവിടെ തേങ്ങാക്കൊത്ത് ശകലം എടുക്കും. ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ മൂത്തിട്ടുണ്ട്. കോരുവാണ്. വറ്റൽമുളക്, അത് മൂത്തിട്ടുണ്ട്. അത് മൂത്തു. നല്ല ഞാൻ പാവിക്കണ്ടല്ലോ മൂത്തിടുവാണ്. ഇത് വറുത്ത് പോരണം. നോക്കട്ടെ. നമ്മുടെ പാവയ്ക്ക വറുത്ത് പോരുന്നതെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ഇങ്ങനെയാണ് പാവയ്ക്ക വറുത്ത് പോരുന്നത്. ഇച്ചിരി കൂടെ മൂക്കുന്നെങ്കിൽ മൂക്കാം. എന്തായാലും കറുത്ത് അത് നമുക്ക് കേടാകത്തില്ല കേട്ടോ. ഇതിനെക്കാട്ടി മൂപ്പ് കുറച്ച് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ 1 കിലോ പാവയ്ക്കയുണ്ട്, കാരണം അത് കുറച്ച് ദിവസത്തേക്ക് കൂടെ ആവുമല്ലോ. അപ്പോൾ ഇതുപോലെ വറുത്ത് വെക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്, ഉപേക്ഷ വിചാരിക്കരുത്.